ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മാവ് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 4 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ച് ഈസ്റ്റ് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങി വരും. ഇതിവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു വലിയൊരു ബൗൾ എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ തന്നെ എടുക്കുക. ഇത് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തായി പോകും. അപ്പോൾ നമുക്ക് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ അരിച്ചെടുത്ത മൈദയാണ്. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇത്. ഏത് ഓയിലായാലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴക്കുന്നത് പോലെയായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. കുഴക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം ചൂടില്ലാത്ത വെള്ളം വേണം ഒഴിക്കാൻ. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. കാരണം ഇത് ചൂടുവെള്ളം കൊണ്ട് കുഴച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് തയ്യാറാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്തതാണ് അധികം ഉള്ളത്, എല്ലുള്ളതും ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പം വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റായി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലുള്ള എല്ലില്ലാത്ത ഭാഗം നോക്കിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. വളരെ ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടതാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പച്ചമുളകാണ്. നമ്മളിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. വളരെ ചെറുതായിട്ട് തന്നെ എല്ലാം അരിയണം. അതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പച്ചമുളക് ഇതിന് നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയനാണ്. അത് ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1 മിനിറ്റ് ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടി ഇട്ട് ഇതെല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ എല്ലായിടത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. മൈദ ഇപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ക്രീമി ടൈപ്പായിരിക്കും ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാവാൻ.
ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വറ്റിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതുവരെ ഒരു പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള എരിവും ഒക്കെ ഇതിലുണ്ട്. കാണുമ്പോൾ തീരെ എരിവില്ലാത്തതുപോലെ തോന്നും, പക്ഷേ കറക്റ്റ് എരിവൊക്കെ ഉണ്ട്. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒറിഗാനോയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയാണ്. മല്ലിയില ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ വെച്ചിട്ടിപ്പോൾ 2 മണിക്കൂറായിട്ടേ ഉള്ളൂ. ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി വെക്കണം. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോൾസാക്കി വെക്കണം. എല്ലാം ഒരുപോലെ ആക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാനിവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് മൈദയിൽ ഡിപ്പ് ചെയ്ത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ചപ്പാത്തിയുടെ വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടി ചെറിയ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. ഈസ്റ്റ് ചേർത്തിട്ടുള്ളൊരു മാവായതുകൊണ്ട് തന്നെ കുറച്ചൊരു തടിയോട് കൂടിയിട്ട് തന്നെയാണ് പരത്തുമ്പോൾ ഉണ്ടാവാൻ. ഇതിപ്പോൾ ഞാനിവിടെ റൗണ്ടായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കണം. ആ ഫില്ലിംഗ് വെക്കുന്നതിലാണ് ഒരു സ്പെഷ്യൽ ഉള്ളത്. നമ്മൾ റൗണ്ടായിട്ടാണ് ഇതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക റൗണ്ടായിട്ട്. ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാവ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തൊന്നും എടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു ഡൊണട്ട്സിൻ്റെ ഷേപ്പായിട്ട് വരും ഇത്. എല്ലാ ഭാഗത്തും ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിനി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനൊരു ഹോൾസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ ഒരു മൂടി എടുക്കുക. അതെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഹോൾസ് ഇതിൽ കറക്റ്റായിട്ട് വരും. ഒന്നും വിട്ടുപോകുകയൊന്നും ചെയ്യില്ല. നന്നായി കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഹോൾസ് ഇതിലേക്ക് വന്നോളും. നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്നാക്ക്. ഇതുപോലെ തന്നെ ഒട്ടും വിട്ടൊന്നും പോകാതെ തന്നെ ഈ ഒരു ഹോൾസ് കറക്റ്റായിട്ട് കിട്ടും. ഞാനിതിവിടെ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇതിലും നന്നായിട്ട് ചെറുതായിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പരത്തുന്നതിൻ്റെ വലിപ്പം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് കിട്ടും. ഞാൻ കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലായിട്ട്, ഇല്ലെങ്കിൽ ഇത് വിട്ടു പോകും. നന്നായിട്ട് തന്നെ ആ സെൻറ്ററിൽ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും. ഇതിൽ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. എണ്ണ നല്ല ചൂടായ സമയത്ത് തന്നെ ഇത് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് പൊങ്ങി വരില്ല.
അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, പതുക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു വലിപ്പം ഉണ്ടായതുകൊണ്ട് തിരിച്ചിടാൻ ഇത്തിരി വിഷമമായിരിക്കും. എണ്ണയിലേക്ക് ഇടുന്ന സമയത്തൊന്നും ആ ഹോൾസ് വിട്ടുപോകുന്നൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയൊരു നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്.